കമോൺ ഗൈസ്, ദിസ് ഈസ് അവർ ഔട്ട്ഫിറ്റ്. നമ്മള് ഓരോരുത്തരും ഞാൻ എല്ലാരും കാണിച്ചു തരാം. അശോ, ഞാൻ എല്ലാരും കാണിച്ചു. എടി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നവളെ കണ്ടോ, ഇതാണ് ഔട്ട്ഫിറ്റ്. ഞങ്ങൾ മൂന്നരും സെയിം ഡ്രസ്. അൺഫോർച്ചുനേറ്റ്ലി സെയിം ആയാണ്, നിനക്ക് തരാത്തില്ല. ഇവർ രണ്ടുപേരും അതെ. ഓക്കെ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് അസ്. ഇന്ന് ഞാൻ മാത്രമല്ല, എല്ലാവരും ഞാൻ എടുക്കും. അകത്ത് കിടക്കുന്നടി പോയടി എന്തിന്റെ അകത്താ? കുറച്ചു ചേട്ടാ പോകുന്നു. നോ, ക്യാമറ ഈസ് ഓൺ. സോറി. അശ്വിനിയുടെ വാ എത്ര പറഞ്ഞാലും അടഞ്ഞിരിക്കുകയില്ല. ശാലുവിന്റെ കിട്ടിയടാ പാവടാ. എന്ത് വേണ്ട 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 എടുത്ത് വെച്ച എടി, നീ ഇല്ലാത്ത റെഡി നോക്ക്. ഈ പെണ്ണ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തിനാന്ന് ചോദിക്കാൻ നടക്കും. കൊള്ളാം, എല്ലാവരും എനിക്ക് മറ്റേത് എവിടെ? മറ്റേത് എവിടെ? ഐബ്രോന്റെ എടുത്ത് വെച്ചടിയോ അടിയിലടിയോ. അത് ഇതിന്റെ അകത്ത് കൊണ്ടുവരുത്തിട്ട് എവിടെ വെച്ച്? ഗൈസ്, ഈ കുട്ടിക്ക് ഐലൈനർ ഒന്നും വരയ്ക്കാൻ അറിയില്ല. അക്ഷരാഭ്യാസം ഇല്ലാത്ത നാട്ടിലെ കുട്ടിയാണ്. ആ കുട്ടി അടുത്ത് ഞാൻ വരച്ചില്ല. ഏറ്റു വാങ്ങുന്നവരൊന്നും അവിടെ ഇരി. എനിക്ക് വളർച്ച ഇത്തിരി കൂടി കൊണ്ട് എത്തും. താങ്ക് യു ഫോർ ദ കൈൻഡ് ഇൻഫർമേഷൻ. ഞാൻ സൺസ്ക്രീൻ ഇട്ടില്ല. സാരമില്ല, നിങ്ങളൊക്കെ കറുത്ത് പോട്ടെ. നമ്മള് ഒരുങ്ങി തീർന്ന സൺസ്ക്രീൻ ഇട്ടാ ഇതിനകത്ത് ചെയ്യാൻ ആരുണ്ടായിരുന്നു? സംഘു ഇത് ഞാൻ വിളിച്ചു. അവള് ഫേഷ്യൽ ഗൈസ്, നമുക്ക് സൺസ്ക്രീൻ നോക്കി വേറെ പറയില്ലേ? അതെ, ഇത് വലുത് എന്താക്കണി മാറ്റിട്ട് വരും. ഇതിനകത്തൊന്നും ഒന്നും സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കരിഞ്ഞു പോകും. ഹലോ മാഡം, ഇവിടെ വാടി. ഒന്നതായി അപ്പുറത്തോട്ട് ചുട്ക്കി സാരില്ല. ഞാൻ ബ്ലഷ് ഇടുമ്പോ എപ്പോഴും അങ്ങനെയാണ്. നോ പ്രോബ്ലം. ആദിവാസി സമുദായത്തിൽ എന്ത് റെഡി ചെയ്യണം അവള്? അതെ, ഇല്ല ഇല്ല. നീ എന്ത് രീതിന്ന് എടുത്തിട്ട് പോയത്? മോനെ കേട്ടോളെ, ഞാൻ ഈ സാമദ്രോഹിക്ക് ഐലൈനർ വരച്ചെടുക്കട്ടെ. മാച്ച് എന്തിനാ പറഞ്ഞിട്ട് ഇൻസൈഡില്ല. ആ മറ്റേ റൗണ്ട്. ലിപ്സ്റ്റിക് നല്ലല്ലേ? എന്തായാലും ബ്ലഷ് ഇടാൻ നല്ലതാ. ലിപ്സ്റ്റിക് ആയിട്ട് എത്ര പേരാ അല്ല 11 മണി. ഒരു ഷോ. ഐബ്രോ വരയ്ക്കണേ. എനിക്ക് ഐലൈനർ വരയ്ക്കാൻ അറിയാം. ശരി, ഞാൻ ഇത് ഐലൈനർ വരയ്ക്കുമ്പോ തെറ്റണം.
പിന്നെന്തായിരുന്നു? ഞാൻ ഐബ്രോ വരച്ചു കഴിഞ്ഞാൽ ദിഗംബരനും അല്ല മറ്റേ കൊച്ചിയിലത്തെ പിള്ളേർക്കൊക്കെ യാ സൂപ്പർ വൃന്ദ മാഡം സൂപ്പർ ജോലി നിങ്ങൾ പറഞ്ഞാലും അടുത്ത പ്രാവശ്യം വരച്ചില്ലേ എന്റെ പാനല് ഊരി പോകുന്നു. ഇത് ലൂസ് ചോറിനുമ്പോ വേറെ കഴിക്കാം. ഈ നമുക്ക് ഐലൈനർ വരയ്ക്കണം. ഞാൻ ഐലൈനർ വരച്ചിട്ട് വരാം ഗൈസ്. ഇവിടെ കണ്ണിലൊക്കെ ഞാൻ ബ്ലഷ് ഇട്ട് ഗൈസ് കാണിക്കാൻ പറഞ്ഞു. കമന്റ് ബോക്സ് അതവിടെ വെച്ചിരുന്നു. ഈ ഹൈലൈറ്റർ ഇട്ടുണ്ടേ. വാ അയ്യോ ഓണാണോ? എന്തിനാണ് പുറത്ത് വെക്കി. പുറത്ത് വെക്കാനോ? അതിനകത്ത് ചോദിച്ചതോള്. ഇതൊക്കെ ഒന്ന് ഇവിടെ വെച്ചോ. ശരി. നെക്സ്റ്റോ കേട്ടോ. രണ്ട് കണ്ട് രണ്ടായി പോയി. സ്ട്രൈറ്റ് ചെയ്യാം. സ്ട്രെയിറ്റ് ചെയ്ത് തരാം. നേരത്തെ പറഞ്ഞു. അല്ല അവളാണ് നേരത്തെ ഞാൻ ഫസ്റ്റ് നമസ്കാരം ഇട്ട് നമ്മളെ പീരിയനൊക്കെ ഒന്ന് എഴുപ്പിച്ച് നിർത്തും. ആരൊരു പാടം ഒരു 100 ചെക്ക്. വാർഡനാണ് ആശാന്ന് പറഞ്ഞിട്ടേ. അസമ വേണോ വേണ്ട ആർട്ടിസ്റ്റിന്റെ മുഖം കാണിക്കും. ആർട്ടിസ്റ്റ് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എന്ത് ചെയ്യാനാ പൊള്ളി അങ്ങനെ വിചാരിച്ചത്. പേടിപ്പിക്കാൻ വേണ്ടി അവള് കത്തിക്കാൻ കഴിച്ചാൽ കൊടുക്കാം. ഇവിടെ മറ്റേ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് വെക്കുന്നവരുണ്ട് കയ്യില് കാലിലൊക്കെ. നമുക്ക് ലിപ്സ്റ്റിക് ഇടണം. നീ എനിക്ക് ഇട്ടതാ. എനിക്ക് പറഞ്ഞോട് എന്താ ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇടണം? പിന്നെ ഇടണോ? ഇതിൻ്റെ അകത്ത് വല്ല വന്നാ മതി. നമ്മളൊരു പിങ്ക് ഷെയ്ഡാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതൊരു അലന്ന ഷെയ്ഡായി മാറും. രാവിലെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഷെയ്ഡ്. നല്ല ഷെയ്ഡാക്കിട്ട് വന്നത്. ഞാൻ ഇങ്ങനെ അടി ആക്കാം ഇട്ടിട്ട് ഇഷ്ടമായില്ല. സോ നമുക്ക് കുറച്ച് മാറ്റി കളയാം. ഇതാണോ? ഇതിന്റെ അകത്ത് ഇല്ലെന്ന് നിന്റെ അടുത്ത് മലയാളത്തിൽ കുണ്ടുവിന്റെയിലുണ്ടല്ലോ. ഈ ഡ്രസ്സിന്റെ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്റെ തന്നെയാണ് 11 കലയാ. ലെറ്റ്സ് ഗോ റൺ. ഇതാരുടെ ഇത്രയും ഓർപ്പിച്ച വെച്ചാ എനിക്കിപ്പോൾ ഇത് ഇഷ്ടപ്പെടില്ല. എന്താ പറ്റി? ഞാൻ എൻ്റെ കൈ ഫുള്ള് ലിപ്സ്റ്റിക്കാണ് തോന്നുന്നു. പണ്ടാരം മുഖത്ത് മൊത്തം ആവണം. കറക്റ്റായാ? ഇന്നാണ് അത് പറയണം വിചാരിച്ചില്ല. അത് ചിലപ്പോൾ നിന്റെ എത്തിച്ച് വെള്ളം മറിച്ചിട്ടുണ്ട്.
ചുണ്ടി ലിപ്സ്റ്റിക് ഇല്ലാത്ത കണക്കൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കൊണ്ടു ലിപ്സ്റ്റിക് അവിടെ കൊണ്ടു കൊണ്ടുപോയി. അതില്ല. നീയും അങ്ങനെ ആക്കിയില്ലേ കറുത്ത്? അത് ലിപ് ലൈനറാ. അതിട്ട് കഴിഞ്ഞ ഇങ്ങനെ കൈമടക്കിട്ടിരുന്ന പറയണ്ട. നീ എന്നിട്ട് ചുണ്ട് കറുത്തിരിക്കണ ലിപ്സ്റ്റിക് ഇട്ടില്ലേ? ബ്ലഷ് ഇട്ടാലിട്ടാലേക്ക് മതിയാവത്തോണ്ട് കുറച്ചും കൊണ്ട് കാണാനായിട്ട് വിചാരിക്കും ബ്ലഷിന്റെ മാനസികമായിട്ട് പ്രശ്നം. ഞാനും ശബരിമല വന്നപ്പോഴേ ചേർത്ത് നമ്മളെ അത്ര ഒരുങ്ങുള്ളൂ. സാരില്ല, നേരത്തെ നേരത്തെ പണി ഇന്നലെ നമ്മളായിരിക്കും ലാസ്റ്റ് ഇറങ്ങാം. 1 മണിക്കല്ലേ? അപ്പോ കമ്മലാണ് ഒരു സീൻ ചോക്കിട്ട് പോവാം. എന്തോ പോലെ ഇരിക്കുന്നു. ഭയങ്കരമായിട്ട് ഇട്ടല്ലേ അതുകൊണ്ടാ. നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ആവാം. എന്തിനാന്ന് വെച്ചാൽ ആർഭാടത്ത് ഞങ്ങള് ബസ് കയറി കിടന്ന് ഉറങ്ങാനാണ്. പറ്റും. ഇവര് ഫീസ് അടയ്ക്കാൻ അങ്ങനെ എന്റെ കയ്യിലുണ്ടായിരുന്ന 500 രൂപ നീലാഞ്ചനക്കൺ. ഇതെന്തേലും മുടി ഇങ്ങനെ മുടിയാന്നൊരു പ്രശ്നം. നീ ഇതോടെ ജോലിക്ക് പൊക്കോണ്ടിരിക്കണ ഗൈസ് ബാക്കി എടുക്കാൻ പറ്റിയില്ല. ഇതിന് കാരണമായി അളഞ്ഞു തരും. നമ്മള് പോവാൻ വേണ്ടിട്ട് ബസ് കയറി ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര പെപ്പറുള്ളത് അതിനിടയ്ക്ക് ഗൈസ് പുറത്ത് പോകുമ്പോ കൊണ്ടുപോയത്. അയ്യോ എന്റെ ഇതിലൊക്കെ ഫാത്തിമയാണ് ഭയങ്കര യൂട്യൂബിലെ ഫാൻ. ഇത് ക്യാമറ കാണിച്ചിട്ട് എക്സ്പ്രസ് ഇടല്ലേ എന്നെ ഇപ്പൊ കാണിക്കുന്നതാണ്. ഇനി നമ്മള് ഈ പാട്ട വണ്ടിയിൽ മെജസ്റ്റിക് വരെ പോകും. അയ്യോ നമ്മളാ ബസ്സിലെ അമ്മ ടാറ്റ പറ, ചീത്ത വിളിക്കാതെ. മിസ് ചെയ്യോ നമ്മളാ? വാ കേറ് കേറ്. ബാഗൊന്നും വേണ്ട, വാ ഉടുപ്പ് തരാം. നമുക്ക് ടീഷർട്ട് വേണ്ട. കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തതിന്റെ സന്തോഷമാണ്. പക്ഷേ അവിടെ പോയിട്ട് എന്തൊരു പാടാം. ബാക്കി കെട്ടിടം എടുത്തില്ല. ഞാൻ നിറച്ചില്ല, അത്രേ ഉള്ളൂ. ബ്ലീച്ച് പരിവാരങ്ങൾ, ബാക്കി പരിവാരങ്ങളൊക്കെ അപ്പുറത്ത് നമ്മളെ ഞാൻ വിചാരിച്ച അവിടെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സും നമ്മൾ ദിവസം പാട്ടിട്ടായിരുന്നു എന്റെ അപ്പുറത്തെ. ഇതാണ് നമ്മളെ മാം, കുഞ്ഞു മാം, ക്യൂട്ട് മാം. അതിപ്പോ ഇങ്ങോട്ട് നോക്കും. ഉറക്കം വരണം ഉച്ചയ്ക്കാവുന്നു. പകുതി ആവാറായി. എല്ലാവരും ഓൾമോസ്റ്റ് ഉറങ്ങില്ല, നമ്മൾ മാത്രം ഉറങ്ങി. ഇവിടെ 2 കവിതാക്കൾ റൊമാൻസ്. നമ്മള് ബോർഡ് വായിച്ച് പഠിക്കാൻ ഇവിടെ ഉള്ള ആളുകളൊക്കെ. നമ്മള് കുറച്ച് തിരക്കേറി ബാംഗ്ലൂരിലോട്ട് എത്തി. ഗുഡ്. ഇവിടെ തിരക്കൊന്നും
നമ്മളെത്താറേ മെജസ്റ്റിക്. തളർന്ന ഒരു പണിയില്ലാതെ സുഖമായിട്ട് അപ്പുറത്തെ ബസ്സുകളിലവരൊക്കെ ഞെരുങ്ങിയിരിക്കണം. നമ്മളിവിടെ ചുമ്മാ ഫ്രീ ആയിട്ട് ഓരോ സീറ്റിൽ ഓരോരോ ആള്. നമ്മള് കുറച്ച് ലവ് കൊണ്ട് ഒരുമിച്ചിരിക്കുന്നത്. കൊണ്ടു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാഗും തൂക്കി നടക്കുകയാണ്. വലിയ ഇതില് ട്രോളി ചതിച്ച് എനിക്ക് അപ്പാപ്പന് ഒരു ലവായി. വന്നിറങ്ങിയ രോഗി ഗുളിക കഴിക്കും. ഗൈസ് നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ അതിലൊന്നും വെക്കാൻ പറ്റില്ല. ആ വെയിറ്റ് ഇല്ലാത്ത സാധനം വെച്ച് പൊട്ടി വീഴുന്നത് കൊണ്ടുവിന്റെ കൂടെ തന്നെ അനവ കുത്തി കയറ്റണം. നമ്മള് കടയിലെത്തി. ലേസ് ഇല്ലേ മറ്റേ അയ്യോ അങ്ങനെ എന്നെ നോക്കുന്നു. പണക്കാരി പണക്കാരി ഒരു കെയറിംഗ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടായിട്ട് നമുക്ക് അതൊന്നും ഇഷ്ടപ്പെടും. കെയറിംഗ് ഇല്ലാത്ത ഫ്രണ്ട്സിനെ വേണം. ഹായ് ഗൈസ്, എല്ലാരും വന്നു. ഇവിടെ ഇത് ലീഷ്മ ഗണേഷ് ഗൈസ്. ഞങ്ങൾ ബെഞ്ച് ബേസ് ആണ്. ഇവിടെ അവർ അങ്ങനെ കൊണ്ടിരുത്തി. ഇതാണ് വിതുര നേഹ, മലപ്പുറം വിജയ്. ആദ്യമാണ് ഒരുമിച്ച് ട്രെയിനിൽ പോകണം. ഇവിടെ വരുന്ന ലേസ്റ്റിന് ഞങ്ങൾ സീറ്റിന്റെ ഭയങ്കര പ്രശ്നത്തിലാണ്. സീറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയില്ല. ഇതൊന്നും വന്നില്ല. ഇരിക്കായിരുന്നു. നമ്മള് തിന്നാൻ വേണ്ടി കൊണ്ടുപോകണ എല്ലാ ട്രെയിനിൽ വെച്ച് തിന്ന് തീർക്കും. ഇപ്പൊ തീരും. അതെ, ഇതാണ്ടൊക്കെ ഇരിക്കണം. ഇവരൊക്കെയാണ് മെയിൻ. തിന്നാൻ വേണ്ടി ഒരു ലോഡ് സാധനമായിട്ടാണ് പോണത്. പക്ഷെ അത് സാലം എത്തണതിന് ഇപ്പൊ തിന്ന് തീർക്കും. ആരടിയത് ട്രെയിൻ എടുത്ത് നമ്മള് അങ്ങനെ നമ്മൾ ട്രിപ്പിലാണ്. കേരളം മഴ പെയ്തോടെ ഇവിടെ വന്ന നേരത്തോട്ട് ചുമ്മാ തിന്നോണ്ടിരിക്കാണ് ഗൈസ്. നല്ല ട്രെയിൻ നമുക്ക് ആ ട്രെയിൻ മതിയായിരുന്നു. മോഗലെത്തുന്നതിന് പെരുമഴ. ഈ കമ്പാർട്ട്മെന്റ് മൊത്തം നമ്മളെ പിള്ളേർ. സീനും ഇല്ല. അവരുടെ കോച്ച് പിടിച്ചിരിക്കും. അതെ, കുളിരലകൾ ബാക്കി വരി എത്തുമ്പത്തേക്ക് കണ്ടോ. നമ്മള് അവര് കാണാതെ ഒളിപ്പിച്ച് തിന്നു. ഓരോടെ പറഞ്ഞ് ഒളിപ്പിച്ച് തിന്നു. നമ്മള് തന്നെയാണ് പറഞ്ഞത്. കണ്ടോ ഇപ്പൊ തിന്നുമ്പോ റിയാക്ഷൻ കണ്ടോ. ജനസംഖ്യ കൂടുതലുണ്ട്.
ഗൈസ് അവൾ വന്ന് കണ്ടുപിടിച്ചു ലാസ്റ്റ് ഉണ്ടെന്ന് വന്നെടുത്ത്. ഇത് വീഡിയോ എടുത്ത് വെച്ചിരുന്നല്ലേ, ഇത് പറഞ്ഞ് ഞാൻ കണ്ടുപിടിക്കുമെന്ന്. ഇനി അവിടെ നിന്ന് നമ്മളെ വായിൽ വെച്ചോണ്ടിരുന്നു. അത് നിങ്ങൾ അനങ്ങുന്നില്ല. ഇവള് പറയുന്നതില് ഒരു ന്യായീകരണമില്ല. ന്യായീകരണം അവളമാരുടെ ഐശാബി തയ്ച്ച് ഓടണം. മനസ്സിലാക്കിയപ്പോൾ ചെയ്താനും കടലും. ഞാൻ ഷിമോഗേന്ന് നാട്ടിൽ പോകുമ്പോള് വിക്കറ്റായിരുന്നു പോകാൻ പോണത്. സോഫിയ റാണിനൊന്ന് ഐസ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങാറായി. ഷിമോഗിലെത്തിയല്ലോ നമ്മൾ. ബസ് കാത്ത് നിൽക്കാനാ. നമ്മൾ ഹോസ്റ്റലിലോട്ട് നടക്കാൻ പോവാണ് ഗായ്സ്. തുടക്കത്തിൽ ഭയങ്കര സന്തോഷത്തോടുള്ള വ്ളോഗായിരുന്നു. ഇവിടെ വന്ന് 3G ഇത് കണക്ക് വൃത്തിയായിട്ട് ഒരു ഹോസ്റ്റൽ ജീവിതത്തിൽ കണ്ടിട്ട് സ്വർഗമാണ്. സ്വർഗം.